ഒരു ഇറ്റാലിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് ഉണ്ടാക്കിയാലോ? പേര് കേട്ടിട്ട് ആരും പേടിക്കണ്ട. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് വെല്ലുവിളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ തക്കാളി, പിന്നെ 2-3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടോ, നല്ല മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ മാത്രം ഇടുന്നവർക്ക് ബട്ടർ മാത്രം ഇടാം. അപ്പോൾ ബ്രെഡ് ഇതാ നല്ല ടോസ്റ്റാക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗും വെജിറ്റബിൾസും കൂടിയിട്ട് നന്നായിട്ട് ഓംലേറ്റ് ആക്കിയിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കുക. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. അപ്പം ഞാനിത്തിരി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളതിൽ ഒറിഗാനോ അങ്ങനത്തെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം. ഞാൻ മറച്ചിട്ടിട്ടുണ്ട്, ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രെഡിലേക്ക് വെച്ചാലോ? അപ്പം മയണൈസും പിന്നെ കുറച്ച് കെച്ചപ്പും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനിതാ ബ്രെഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. കാണുമ്പോൾ തന്നെ കൊതി വരത്തില്ലേ? അപ്പം ഞാൻ ബ്രെഡിൻ്റെ അളവിൽ ജസ്റ്റ് ആ ഓംലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് സംഭവം സിമ്പിളാണ് വെച്ചെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ ഉണ്ണികൾക്ക് നമ്മുടെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷനാണിത്. പിന്നെ ഭംഗി ഞാൻ 2 ക്യൂക്കമ്പറിൻ്റെ കഷ്ണം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹാഫ് ആക്കിയിട്ട് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.